സംഖ്യ അധ്യായം 1. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 2-ാം വർഷം 2-ാം മാസം 1-ാം ദിവസം സീനായ് മരുഭൂമിയിൽ സമാഗമ കൂടാരത്തിൽ വെച്ച് കർത്താവ് മോശയോട് കൽപ്പിച്ചു. ഗോത്രവും കുടുംബവും തിരിച്ച് ഇസ്രായേൽ സമൂഹത്തിലെ സകല പുരുഷന്മാരുടെയും കണക്കെടുക്കുക. 20 അതിനു മേലും വയസ്സും യുദ്ധം ചെയ്യാൻ കഴിവുമുള്ള ഇസ്രായേലിലെ സകലരെയും ഗണം തിരിച്ച് എണ്ണുക. നീയും അഹ്റോനും കൂടിയാണ് കണക്കെടുക്കേണ്ടത്. ഓരോ ഗോത്രത്തിൽ നിന്ന് ഒരു തലവനെ കൂടെ കൊണ്ടുപോകണം. നിങ്ങളെ സഹായിക്കാൻ വരേണ്ടവർ ഇവരാണ്: റൂബനിൽ നിന്ന് ഷദയൂറിന്റെ പുത്രൻ എലിസൂർ, ശിമയോനിൽ നിന്ന് സുരിഷദായിയുടെ പുത്രൻ ഷെലുമിയേൽ, യൂദായിൽ നിന്ന് അമീനാദാബിന്റെ പുത്രൻ നഹഷോൻ, ഇസാക്കറിൽ നിന്ന് സൂവാറിന്റെ പുത്രൻ നത്താനേൽ, സെബുലൂണിൽ നിന്ന് ഹേലോനിന്റെ പുത്രൻ എലിയാബ്, ജോസഫിന്റെ പുത്രന്മാരായ എഫ്രായിം, മനാസെ എന്നിവരിൽ നിന്ന് യഥാക്രമം അമ്മിഹൂദിന്റെ പുത്രൻ എലിഷാമ, പെദഹസൂറിന്റെ പുത്രൻ ഗമാലിയേൽ, ബെഞ്ചമിനിൽ നിന്ന് ഗിദയോനിന്റെ പുത്രൻ അബിദാൻ, ദാനിൽ നിന്ന് അമ്മിഷദായുടെ പുത്രൻ അഹിയേസർ, ആഷേറിൽ നിന്ന് ഒക്രാന്റെ പുത്രൻ പഗിയേൽ, ഗാദിൽ നിന്ന് റൗവേലിന്റെ പുത്രൻ ഇലിയാസാഫ്, നഫ്താലിയിൽ നിന്ന് ഏദാനിന്റെ പുത്രൻ അഹിറ. ഇവരാണ് ഇസ്രായേൽ വംശത്തിന്റെ നേതാക്കന്മാരായി തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രത്തലവന്മാർ. മോശയും അഹ്റോനും ഇവരെ സ്വീകരിച്ചു. 2-ാം മാസം 1-ാം ദിവസം അവർ ജനത്തെ മുഴുവൻ ഒരുമിച്ചു കൂട്ടി. ഓരോരുത്തരുടെയും കുടുംബം, ഗോത്രം ഇവയനുസരിച്ച് 20 അതിൽ കൂടുതലും വയസ്സുള്ളവരെ ആളാം പ്രതി പട്ടികയിൽ ചേർത്തു. അങ്ങനെ കർത്താവ് കൽപ്പിച്ചതുപോലെ സീനായ് മരുഭൂമിയിൽ വെച്ച് മോശ ഇസ്രായേൽ ജനത്തിന്റെ കണക്കെടുത്തു. ഇസ്രായേലിന്റെ ആദ്യജാതനായ റൂബന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 46,500. ശിമയോന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 59,300. ഗാദിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 45,650. യൂദായുടെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 74,600. ഇസാക്കറിന്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 54,400. സെബുലൂൺ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 57,400. ജോസഫിന്റെ മക്കളായ എഫ്രായിമിന്റെയും മനാസയുടെയും ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ യഥാക്രമം 40,500 30,200. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 35,400.
ദാനിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 62,700. ആഷേറിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 41,500. നഫ്താലി ഗോത്രത്തിൽപ്പെട്ടവർ തലമുറ, വംശം, കുടുംബം, പേര് ഇവയനുസരിച്ച് തിട്ടപ്പെടുത്തിയപ്പോൾ 20 അതിനു മേലും വയസ്സും യുദ്ധശേഷിയുമുള്ളവർ 53,400. ഇസ്രായേലിലെ ഗോത്രപ്രതിനിധികളായ 12 നേതാക്കളും മോശയും അഹ്റോനും ചേർന്നെടുത്ത കണക്കിൽപ്പെട്ടവരാണ് ഇവർ. ഗോത്രമായി 20 അതിനു മേലും വയസ്സ് പ്രായത്തിൽ ഇസ്രായേലിലെ യുദ്ധശേഷിയുള്ള പുരുഷന്മാർ ആകെ 6,35,550 ആയിരുന്നു. ലേവി ഗോത്രത്തെ ജനസംഖ്യയിൽ പെടുത്തിയില്ല. കാരണം കർത്താവ് മോശയോട് അരുളി ചെയ്തിരുന്നു, ലേവ്യരെ നീ എണ്ണരുത്, ഇസ്രായേല്യരുടെ ജനസംഖ്യയിൽ അവരുടെ എണ്ണം ചേർക്കുകയുമരുത്. എന്നാൽ സാക്ഷ്യകൂടാരവും അതിലെ ഉപകരണങ്ങളും അതുമായി ബന്ധപ്പെട്ട സകലതും ലേവ്യരുടെ മേൽനോട്ടത്തിലായിരിക്കണം. അവർ കൂടാരവും അതിലെ ഉപകരണങ്ങളും വഹിക്കുകയും അതിൽ ശുശ്രൂഷ ചെയ്യുകയും വേണം. കൂടാരത്തിന് ചുറ്റും അവർ താവളമടിക്കട്ടെ. കൂടാരവുമായി പുറപ്പെടേണ്ടി വരുമ്പോൾ ലേവ്യർ അത് അഴിച്ചിറക്കുകയും കൂടാരം അടിക്കേണ്ടി വരുമ്പോൾ അവർ തന്നെ അത് സ്ഥാപിക്കുകയും വേണം. മറ്റാരെങ്കിലും അതിനെ സമീപിച്ചാൽ അവനെ വധിക്കണം. ഇസ്രായേൽ ജനം ഗണങ്ങളായി തിരിഞ്ഞ് ഓരോരുത്തരും താങ്ങളുടെ പാളയത്തിലും സ്വന്തം കൊടിക്കീഴിലും താവളമടിക്കണം. ഇസ്രായേൽ സമൂഹത്തിൻ്റെ നേരെ ദൈവകോപമുണ്ടാകാതിരിക്കേണ്ടതിന് ലേവ്യർ സാക്ഷ്യകൂടാരത്തിന് ചുറ്റും പാളയമടിക്കണം. സാക്ഷ്യകൂടാരത്തിൻ്റെ ചുമതല അവർ വഹിക്കുകയും വേണം. ഇസ്രായേൽ ജനം അപ്രകാരം ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവർ പ്രവർത്തിച്ചു. സംഖ്യ അധ്യായം 2. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, ഇസ്രായേൽ ജനം അവരവരുടെ ഗോത്രമുദ്രയോടുകൂടിയ പതാകകൾക്ക് കീഴിൽ പാളയമടിക്കണം. സമാഗമ കൂടാരത്തിന് അഭിമുഖമായി ചുറ്റും താവളമുറപ്പിക്കുകയും വേണം. അമ്മിനദാബിൻ്റെ മകൻ നഹശോന്റെ നേതൃത്വത്തിലുള്ള യൂദാഗോത്രം സൂര്യനുദിക്കുന്ന കിഴക്ക് ദിക്കിൽ സ്വന്തം പതാകയ്ക്ക് കീഴിൽ പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 74,600 പേർ. അതിനടുത്ത് സുവാറിൻ്റെ മകൻ നെഥാനേലിൻ്റെ നേതൃത്വത്തിലുള്ള ഇസാഖർ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 54,400 പേർ. അതിനപ്പുറം ഹേലോന്റെ പുത്രൻ എലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 57,400 പേർ. അതിനപ്പുറം ഹേലോന്റെ പുത്രൻ എലിയാബിൻ്റെ നേതൃത്വത്തിലുള്ള സെബുലൂൺ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 57,400 പേർ. യൂദായുടെ പാളയത്തിലെ സൈന്യത്തിൽ ആകെ 1,86,400 പേർ. അവരാണ് ആദ്യം പുറപ്പെടേണ്ടത്. ഷദയൂറിൻ്റെ മകൻ എലിസൂറിൻ്റെ നേതൃത്വത്തിലുള്ള റൂബൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ തെക്ക് ഭാഗത്ത് പാളയമടിക്കണം. അവൻ്റെ സൈന്യത്തിൽ 46,500 പേർ. അതിനടുത്ത് സുരിഷദായിയുടെ പുത്രൻ ഷെലുമിയേലിൻ്റെ നേതൃത്വത്തിലുള്ള ശെമയോൻ ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 59,300 പേർ. അതിനപ്പുറം റൗവേലിൻ്റെ പുത്രൻ എലിയാസാഫിൻ്റെ നേതൃത്വത്തിലുള്ള ഗാദ് ഗോത്രം. അവൻ്റെ സൈന്യത്തിൽ 47,650 പേർ. റൂബൻ പാളയത്തിൽ ആകെ
1,81,450 പേർ. അവരാണ് രണ്ടാമത് പുറപ്പെടേണ്ടത്. അനന്തരം പാളയങ്ങളുടെ മധ്യത്തിലായി ലേവ്യരുടെ പാളയത്തോടൊപ്പം സമാഗമ കൂടാരം കൊണ്ടുപോകണം. കൂടാരമടിക്കുമ്പോഴെന്ന പോലെ തന്നെ പതാകയോടൊത്ത് ക്രമമനുസരിച്ച് ഓരോരുത്തരും പുറപ്പെടണം. അമ്മിഹൂദിന്റെ മകൻ എലിഷാമായുടെ നേതൃത്വത്തിലുള്ള എഫ്രായിം ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ പടിഞ്ഞാറ് ഭാഗത്ത് താവളമടിക്കണം. അവന്റെ സൈന്യത്തിൽ 40,500 പേർ. അതിനടുത്ത് പെദഹ്സൂറിന്റെ പുത്രൻ ഗമാലിയലിന്റെ നേതൃത്വത്തിലുള്ള മനാസെ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 32,200 പേർ. അതിനപ്പുറം ഗിദയോനിയുടെ പുത്രൻ അബിദാന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചമിൻ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 35,400 പേർ. എഫ്രായിം പാളയത്തിൽ ആകെ 1,80,100 പേർ. അവരാണ് മൂന്നാമത് പുറപ്പെടേണ്ടത്. അമ്മിഷദ്ദായിയുടെ മകൻ അഹിയേസറിന്റെ നേതൃത്വത്തിലുള്ള ദാൻ ഗോത്രം ഗണങ്ങളായി തങ്ങളുടെ പതാകയ്ക്ക് കീഴിൽ വടക്ക് ഭാഗത്ത് പാളയമടിക്കണം. അവന്റെ സൈന്യത്തിൽ 62,700 പേർ. അതിനടുത്ത് ഒക്രാന്റെ മകൻ പഗിയേലിന്റെ നേതൃത്വത്തിലുള്ള ആഷേർ ഗോത്രം. അവന്റെ സൈന്യത്തിൽ 41,500 പേർ. അതിനപ്പുറം ഏനാന്റെ മകൻ അഹീറയുടെ നേതൃത്വത്തിലുള്ള നഫ്താലി ഗോത്രം. അവന്റെ സൈന്യത്തിൽ 53,400 പേർ. ദാനിന്റെ പാളയത്തിൽ ആകെ 1,57,600 പേർ. സ്വന്തം പതാകകളോടുകൂടി അവരാണ് ഏറ്റവും അവസാനം പുറപ്പെടേണ്ടത്. ഗോത്രക്രമമനുസരിച്ച് ജനസംഖ്യയിൽപ്പെട്ട ഇസ്രായേൽ ജനം ഇവരാണ്. പാളയത്തിലുണ്ടായിരുന്നവരും ഗണമനുസരിച്ച് കണക്കെടുക്കപ്പെട്ടവരുമായ ആളുകൾ ആകെ 6,03,550. കർത്താവ് മോശയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽ ജനത്തിന്റെ കൂടെ ലേവ്യരെ എണ്ണിയില്ല. കർത്താവ് മോശയോട് കൽപ്പിച്ച പ്രകാരം ഇസ്രായേൽ പ്രവർത്തിച്ചു. അവർ സ്വന്തം പതാകകൾക്ക് കീഴെ പാളയമടിക്കുകയും ഗോത്രവും കുടുംബവും അനുസരിച്ച് യാത്ര പുറപ്പെടുകയും ചെയ്തു. സംഖ്യ അധ്യായം 3. സീനായി മലമുകളിൽ വെച്ച് ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ അഹ്റോന്റെയും മോശയുടെയും വംശാവലി ഇപ്രകാരമായിരുന്നു. അഹ്റോന്റെ പുത്രന്മാരുടെ പേരുകൾ: ആദ്യജാതനായ നാദാബും അബിഹു, എലയാസർ, ഇത്താമർ എന്നിവരും. ഇവർ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യാൻ അഭിഷിക്തരായ അഹ്റോന്റെ പുത്രന്മാരാണ്. ഇവരിൽ നാദാബും അബിഹുവും സീനായ് മരുഭൂമിയിൽ കർത്താവിന് മുമ്പിൽ അവിശുദ്ധമായ അഗ്നി അർപ്പിച്ചപ്പോൾ അവിടെ വെച്ച് മരിച്ചു. അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു. അതിനാൽ എലയാസറും ഇത്താമറും തങ്ങളുടെ പിതാവായ അഹ്റോന്റെ ജീവിതകാലത്ത് തന്നെ പുരോഹിതന്മാരായി സേവനമനുഷ്ഠിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ലേവി ഗോത്രത്തെ കൊണ്ടുവന്ന് അഹ്റോന്റെ ശുശ്രൂഷയ്ക്ക് നിയോഗിക്കുക. അവർ കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം സമാഗമ കൂടാരത്തിനു മുമ്പിൽ അഹ്റോനും സമൂഹത്തിനും വേണ്ടി സേവനമനുഷ്ഠിക്കട്ടെ. സമാഗമ കൂടാരത്തിലെ വസ്തുക്കളുടെ മേൽനോട്ടവും അവർക്കായിരിക്കും. കൂടാരത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതോടൊപ്പം ഇസ്രായേൽ ജനത്തിനും അവർ സേവനം ചെയ്യണം. ലേവ്യരെ അഹ്റോനും പുത്രന്മാർക്കും വേണ്ടി നിയോഗിക്കുക. ഇസ്രായേൽ ജനത്തിൽ നിന്ന് അഹ്റോന് പൂർണ്ണമായി നൽകപ്പെട്ടവരാണ് ഇവർ. നീ അഹ്റോനെയും പുത്രന്മാരെയും പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി അധികാരപ്പെടുത്തുകയും അവരത് അനുഷ്ഠിക്കുകയും ചെയ്യണം. മറ്റാരെങ്കിലും വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ അവരെ വധിക്കണം. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം ഞാൻ ലേവ്യരെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അവർ എനിക്കുള്ളവരാണ്. എന്തെന്നാൽ കടിഞ്ഞൂൽ പുത്രന്മാരെല്ലാം എൻ്റേതാണ്.
ഈജിപ്തുകാരുടെ ആദ്യജാതന്മാരെ നിഗ്രഹിച്ചപ്പോൾ ഇസ്രായേലിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും കടിഞ്ഞൂൽ സന്താനങ്ങളെ എനിക്കായി ഞാൻ മാറ്റി നിർത്തി. അവർ എൻ്റെ സ്വന്തമാണ്. ഞാനാണ് കർത്താവ്. സീനായി മരുഭൂമിയിൽ വെച്ച് കർത്താവ് മോശയോട് അരുളി ചെയ്തു, 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവിപുത്രന്മാരുടെ കണക്ക് ഗോത്രവും കുടുംബവും അനുസരിച്ച് എടുക്കുക. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അവരുടെ കണക്കെടുത്തു. ലേവിയുടെ പുത്രന്മാർ ഇവരായിരുന്നു: ഗർഷോൻ, കൊഹാത്ത്, മെറാറി. കുടുംബമനുസരിച്ച് ഗർഷോന്റെ പുത്രന്മാരുടെ പേരുകൾ ലിബ്നി, ഷിമെയി. കുടുംബമനുസരിച്ച് കൊഹാത്തിന്റെ പുത്രന്മാർ ഇവരാണ്: അമ്രാം, ഇസ്ഹാർ, ഹെബ്രോൺ, ഉസിയേൽ. കുടുംബമനുസരിച്ച് മെറാറിയുടെ പുത്രന്മാർ മഹ്ലി, മൂഷി. ഇവയാണ് പിതൃഗോത്രപ്രകാരം ലേവ്യരുടെ കുടുംബങ്ങൾ. ലിബ്നിയരുടെയും ഷിമെയിയരുടെയും കുടുംബങ്ങളുടെ ഉത്ഭവം ഗർഷോനിൽ നിന്നാണ്. ഇവയാണ് ഗർഷോന്യ കുടുംബങ്ങൾ. 1 മാസവും അതിൽ കൂടുതലും പ്രായമുള്ള പുരുഷന്മാർ 7500. ഗർഷോൻ കുടുംബക്കാർ കൂടാരത്തിൻ്റെ പിറകിൽ പടിഞ്ഞാറ് വശത്ത് ലായേലിൻ്റെ മകൻ എലിഫാസിന്റെ നേതൃത്വത്തിൽ പാളയമടിക്കണം. ഗർഷോൻ കുടുംബക്കാർ സമാഗമ കൂടാരത്തിൽ പെട്ടകം, കൂടാരം, അതിൻ്റെ ആവരണം, വാതിലിൻ്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണവാതിലിൻ്റെ യവനിക, അവയുടെ ചരടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സകല ജോലികളും ചെയ്യണം. അമ്രാമ്യർ, ഇസ്ഹാര്യർ, ഹെബ്രോണ്യർ, ഉസിയേല്യർ എന്നിവർ കൊഹാത്തിൽ നിന്ന് ജനിച്ച കുടുംബങ്ങളാകുന്നു. 1 മാസവും അതിനു മേലും പ്രായമുള്ള പുരുഷന്മാർ 8600. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ ചെയ്യാനുള്ള കടമ അവരുടേതാണ്. കൊഹാത്ത് കുടുംബങ്ങൾ കൂടാരത്തിൻ്റെ തെക്കുവശത്താണ് പാളയമടിക്കേണ്ടത്. അവരുടെ നേതാവ് ഉസിയേലിൻ്റെ മകൻ എലിസാഫാൻ ആണ്. പേടകം, മേശ, വിളക്കുകാല്, ബലിപീഠങ്ങൾ, വിശുദ്ധ സ്ഥലത്ത് പുരോഹിതൻ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, തിരശീല എന്നിവയും അവയെ സംബന്ധിക്കുന്ന ജോലികളും ഇവരുടെ ചുമതലയാണ്. പുരോഹിതനായ അഹറോന്റെ പുത്രൻ എലയാസറിന് ലേവ്യരുടെ നേതാക്കളുടെ നേതൃത്വവും വിശുദ്ധ സ്ഥല വിചാരിപ്പുകാരുടെ മേൽനോട്ടവും ഉണ്ടായിരിക്കും. മഹ്ലി, മൂഷി എന്നീ കുടുംബങ്ങൾ മെറാറിയിൽ നിന്ന് ഉണ്ടായി. ഇവയാണ് മെറാറി കുടുംബങ്ങൾ. അവയിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള പുരുഷന്മാർ 6200. മെറാറി ഗോത്രത്തിന്റെ തലവൻ അബിഹയിലിന്റെ മകൻ സൂരിയൽ ആയിരുന്നു. കൂടാരത്തിന് വടക്ക് ഭാഗത്താണ് അവർ പാളയമടിക്കേണ്ടത്. മെറാറിയുടെ പുത്രന്മാർ കൂടാരത്തിന്റെ ചട്ടക്കൂട്, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, മറ്റുപകരണങ്ങൾ ഇവയുമായി ബന്ധപ്പെടുന്ന എല്ലാ ജോലികളും ചെയ്യണം. അങ്കണത്തിന്റെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കുറ്റികൾ, ചരടുകൾ ഇവയുടെ മേൽനോട്ടവും അവർ വഹിക്കണം. സമാഗമ കൂടാരത്തിനു മുമ്പിൽ കിഴക്ക് വശത്ത് പാളയമടിക്കേണ്ടത് മോശയും അഹറോനും അവന്റെ പുത്രന്മാരുമാണ്. വിശുദ്ധ സ്ഥലത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി നിർവഹിക്കേണ്ട എല്ലാ ആരാധനയുടെയും ചുമതല അവർക്കാണ്. മറ്റാരെങ്കിലും അതിന് മുതിർന്നാൽ അവനെ വധിക്കണം. കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി 1 മാസവും അതിനുമേലും പ്രായമുള്ള ലേവ്യരുടെ എണ്ണമെടുത്തപ്പോൾ സംഖ്യ 20000 കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനങ്ങളിൽ 1 മാസവും അതിനുമേലും പ്രായമുള്ള എല്ലാ കടിഞ്ഞൂൽ പുത്രന്മാരെയും പേര് വിളിച്ച് എണ്ണുക. ഇസ്രായേലിലെ ആദ്യജാതന്മാർക്ക് പകരം
ലേവ്യരെ എനിക്കായി മാറ്റി നിർത്തുക. അതുപോലെ ഇസ്രായേല്യരുടെ മൃഗങ്ങളുടെ കടിഞ്ഞൂലുകൾക്ക് പകരം ലേവ്യരുടെ മൃഗങ്ങളെയും എനിക്കായി മാറ്റി നിർത്തുക. ഞാനാണ് കർത്താവ്. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ ഇസ്രായേല്യരുടെ ആദ്യജാതന്മാരെയെല്ലാം എണ്ണി തിട്ടപ്പെടുത്തി. 1 മാസവും അതിനുമേലും പ്രായമുള്ള ആദ്യജാതരായ എല്ലാ പുരുഷ സന്താനങ്ങളെയും വേർതിരിച്ച് എണ്ണിയപ്പോൾ 22,273 പേർ ഉണ്ടായിരുന്നു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേല്യരുടെ ആദ്യജാതന്മാർക്ക് പകരം ലേവ്യരെ എടുക്കുക. അവരുടെ കന്നുകാലികൾക്ക് പകരം ലേവ്യരുടെ കന്നുകാലികളെയും. ലേവ്യർ എനിക്കുള്ളവരാണ്. ഞാനാണ് കർത്താവ്. ലേവ്യ പുരുഷന്മാരുടെ എണ്ണത്തിൽ കവിഞ്ഞുള്ള 273 ഇസ്രായേൽ ആദ്യജാതന്മാരുടെ വീണ്ടെടുപ്പിന് ആളൊന്നിന് 5 ഷെക്കൽ വീതം എടുത്ത് അധികം വരുന്നവരുടെ വീണ്ടെടുപ്പിനു വേണ്ടി അഹ്റോനെയും മക്കളെയും ഏൽപ്പിക്കുക. വിശുദ്ധ സ്ഥലത്തെ നിരക്കനുസരിച്ച് 20 ഗേരായാണ് 1 ഷെക്കൽ. ലേവ്യരാൽ വീണ്ടെടുക്കപ്പെടാതെ അവശേഷിച്ചവരുടെ വീണ്ടെടുപ്പ് വില മോശ ശേഖരിച്ചു. ഇസ്രായേലിലെ ആദ്യജാതരിൽ നിന്ന് വിശുദ്ധ സ്ഥലത്തെ ഷെക്കലിന്റെ കണക്കനുസരിച്ച് 1365 ഷെക്കൽ മോശ പിരിച്ചെടുത്തു. കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് മോശ വീണ്ടെടുപ്പ് വില അഹ്റോനെയും മക്കളെയും ഏൽപ്പിച്ചു. സംഖ്യ അധ്യായം 4. കർത്താവ് മോശയോടും അഹ്റോനോടും അരുളി ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ലേവി ഗോത്രത്തിലെ കൊഹാത്യരുടെ കണക്കെടുക്കുക. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ കണക്കാണ് എടുക്കേണ്ടത്. സമാഗമ കൂടാരത്തിൽ അതിവിശുദ്ധ വസ്തുക്കൾ സംബന്ധിച്ച് കൊഹാത്യർ അനുഷ്ഠിക്കേണ്ട ശുശ്രൂഷ ഇതാണ്. സമൂഹം പുറപ്പെടാനുള്ള സമയമാകുമ്പോൾ അഹ്റോനും പുത്രന്മാരും അകത്ത് പ്രവേശിച്ച് തിരശീല അഴിച്ച് അതുകൊണ്ട് സാക്ഷ്യപേടകം മൂടണം. അതിനു മീതെ ആട്ടിൻതോലുകൊണ്ടുള്ള ആവരണവും നീല നിറത്തിലുള്ള മറ്റൊരാവരണവും ഇടണം. പേടകം വഹിക്കുവാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. തിരുസന്നിധാന മേശയിൽ നീലത്തുണി വിരിച്ച് താലങ്ങളും തട്ടങ്ങളും കലശങ്ങളും പാനീയബലിക്കുള്ള ചഷകങ്ങളും അതിന്മേൽ വയ്ക്കണം. ദിനംതോറും സമർപ്പിക്കുന്ന അപ്പവും അതിന്മേൽ ഉണ്ടായിരിക്കണം. അവയുടെ മേൽ ചെമന്ന തുണി വിരിച്ച് ആട്ടിൻതോല് പൊതിയണം. മേശ വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. നീലത്തുണി കൊണ്ട് വിളക്കുകൾ, തിരിമുറിക്കാനുള്ള കത്രികകൾ, തട്ടങ്ങൾ, എണ്ണപ്പാത്രങ്ങൾ ഇവ മൂടണം. അതിൻ്റെ സകല ഉപകരണങ്ങളും ആട്ടിൻതോൽ പൊതിഞ്ഞ് ചുമക്കാനുള്ള തണ്ടിൽ സ്ഥാപിക്കണം. സുവർണ ബലിപീഠത്തിന്മേൽ നീലത്തുണി വിരിച്ച് ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളെല്ലാം നീലത്തുണിയിലാക്കി ആട്ടിൻതോൽ പൊതിഞ്ഞ് അത് വഹിക്കാനുള്ള ചട്ടക്കൂടിൽ സ്ഥാപിക്കണം. ബലിപീഠത്തിൽ നിന്ന് ചാരം നീക്കിയതിനു ശേഷം അതിന്മേൽ ചെമന്ന തുണി വിരിക്കണം. ബലിപീഠത്തിലെ ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം അഗ്നികലശങ്ങൾ, മുൾക്കരണ്ടികൾ, കോരികകൾ, തട്ടങ്ങൾ എന്നിവ അതിന്മേൽ വയ്ക്കണം. അതിനു മുകളിൽ ആട്ടിൻതോൽ വിരിച്ച് അത് വഹിക്കാനുള്ള തണ്ടുകൾ ഉറപ്പിക്കണം. അഹ്റോനും പുത്രന്മാരും കൂടി വിശുദ്ധ സ്ഥലവും അതിലെ ഉപകരണങ്ങളും പൊതിഞ്ഞു കഴിഞ്ഞ് സമൂഹം പുറപ്പെടുമ്പോൾ വാഹകരായി കൊഹാത്യർ വരണം. എന്നാൽ അവർ വിശുദ്ധ വസ്തുക്കളെ സ്പർശിക്കരുത്. സ്പർശിച്ചാൽ മരിക്കും. ഇവയെല്ലാമാണ് കൊഹാത്യർ വഹിക്കേണ്ട സമാഗമ കൂടാരത്തിലെ സാധനങ്ങൾ. പുരോഹിതനായ അഹ്റോന്റെ മകൻ എലയാസർ ദീപത്തിനു വേണ്ടി എണ്ണ, സുഗന്ധധൂപം,
അനുദിന ധാന്യബലിക്കുള്ള സാധനങ്ങൾ, അഭിഷേക തൈലം എന്നിവയുടെ മേൽനോട്ടം വഹിക്കണം. കൂടാരത്തിൻ്റെയും അതിലുള്ള സകല സാധനങ്ങളുടെയും വിശുദ്ധ സ്ഥലത്തിൻ്റെയും അതിലെ ഉപകരണങ്ങളുടെയും ചുമതലയും അവൻ തന്നെ വഹിക്കണം. കർത്താവ് മോശയോടും അഹറോനോടും അരുളിച്ചെയ്തു, കൊഹാത്യ കുടുംബങ്ങളെ ലേവി ഗോത്രത്തിൽ നിന്ന് നശിച്ചു പോകാനിടയാക്കരുത്. അതിവിശുദ്ധ വസ്തുക്കളെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കേണ്ടതിന് അഹറോനും പുത്രന്മാരും അകത്ത് കടന്ന് അവരിൽ ഓരോരുത്തരെയും അവരവരുടെ ജോലിക്ക് നിയോഗിക്കണം. എന്നാൽ അവർ അകത്ത് കടന്ന് ക്ഷണനേരത്തേക്ക് പോലും വിശുദ്ധ വസ്തുക്കളെ നോക്കരുത്, നോക്കിയാൽ അവർ മരിക്കും. കർത്താവ് മോശയോട് അരുളിച്ചെയ്തു, കുലവും കുടുംബവും അനുസരിച്ച് ഗർഷോന്യരുടെ കണക്കെടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക. ഗർഷോന്യ കുടുംബങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലും ഭാരം വഹിക്കുന്നതിനുള്ള പങ്ക് ഇതാണ്: കൂടാരവിരികൾ, സമാഗമ കൂടാരം, അതിൻ്റെ ആവരണം, കൂടാരവാതിലിൻ്റെ തിരശ്ശീല, കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റുമുള്ള അങ്കണത്തിൻ്റെ വിരികൾ, അങ്കണ കവാടത്തിലെ യവനിക, അവയുടെ ചരടുകൾ, അവിടെ ശുശ്രൂഷ ചെയ്യാനുള്ള ഉപകരണങ്ങൾ എന്നിവ അവർ വഹിക്കണം. ഇത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ ചെയ്യണം. ഭാരം വഹിക്കലും ഇതര സേവനങ്ങളുമടക്കം തങ്ങൾ ചെയ്യേണ്ട എല്ലാ ജോലികളിലും ഗർഷോന്യർ അഹറോന്റെയും പുത്രന്മാരുടെയും നിർദ്ദേശങ്ങൾ അനുസരിക്കണം. അവരുടെ കർത്തവ്യങ്ങൾ നീ ഏൽപ്പിച്ചു കൊടുക്കണം. ഇതാണ് സമാഗമ കൂടാരത്തിൽ ഗർഷോന്യർ ചെയ്യേണ്ട ജോലികൾ. പുരോഹിതനായ അഹറോന്റെ പുത്രൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിലായിരിക്കണം അവരുടെ ജോലി. കുലവും കുടുംബവും അനുസരിച്ച് മെറാരിയരുടെ എണ്ണം എടുക്കണം. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ളവരുടെ എണ്ണമെടുക്കുക. സമാഗമ കൂടാരത്തിലെ ശുശ്രൂഷയിൽ അവർ ചുമക്കേണ്ട സാധനങ്ങൾ ഇവയാണ്: കൂടാരത്തിൻ്റെ ചട്ടങ്ങൾ, അഴികൾ, തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, ചുറ്റുമുള്ള അങ്കണത്തിലെ തൂണുകൾ, അവയുടെ പാദകുടങ്ങൾ, കൊളുത്തുകൾ, ചരടുകൾ, ഇവയോടനുബന്ധിച്ചുള്ള മറ്റ് സാമഗ്രികൾ. അവർ വഹിക്കേണ്ട സാധനങ്ങൾ ഇനം തിരിച്ച് അവരെ ഏൽപ്പിക്കണം. ഇവയെല്ലാമാണ് മെറാറിയർ പുരോഹിതനായ അഹറോന്റെ മകൻ ഇത്താമറിന്റെ മേൽനോട്ടത്തിൽ സമാഗമ കൂടാരത്തിൽ ചെയ്യേണ്ട ജോലികൾ. സമാഗമ കൂടാരത്തിൽ ജോലി ചെയ്യാൻ 30 മുതൽ 50 വരെ വയസ്സും സേവനശേഷിയുമുള്ള കൊഹാത്യരെ കുലവും കുടുംബവും അനുസരിച്ച് മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണി തിട്ടപ്പെടുത്തി. കുടുംബമനുസരിച്ച് അവരുടെ എണ്ണം 2750 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി കൊഹാത്യ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണിത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള ഗർഷോന്യരുടെ എണ്ണം അവരുടെ കുലവും കുടുംബവും അനുസരിച്ച് 2630 ആയിരുന്നു. കർത്താവിൻ്റെ കൽപ്പനയനുസരിച്ച് മോശയും അഹ്റോനും കൂടി ഗർഷോൻ കുടുംബങ്ങളിൽ നിന്ന് സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാനുള്ളവരുടെ കണക്കെടുത്തപ്പോൾ ലഭിച്ച സംഖ്യയാണ് ഇത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ സേവനം ചെയ്യാൻ ശേഷിയുമുള്ള മെറാറിയരുടെ എണ്ണം അവരുടെ കുടുംബമനുസരിച്ച് 3200 ആയിരുന്നു. മോശയോട് കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് മോശയും അഹ്റോനും കൂടി എണ്ണിത്തിട്ടപ്പെടുത്തിയതാണ് ഇത്. 30 മുതൽ 50 വരെ വയസ്സും സമാഗമ കൂടാരത്തിൽ ഭാരം വഹിക്കാനും ശുശ്രൂഷ ചെയ്യാനും ശേഷിയുമുള്ള ലേവ്യരെ മോശയും അഹ്റോനും സമൂഹ നേതാക്കളും കൂടി എണ്ണിയപ്പോൾ അവർ 8580 പേരുണ്ടായിരുന്നു. കർത്താവിൻ്റെ കൽപ്പനപ്രകാരം മോശ ഓരോരുത്തർക്കും അവരവരുടെ ജോലികൾ ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അവിടുന്ന് കൽപ്പിച്ചതനുസരിച്ച് മോശ അവരുടെ കണക്കെടുത്തു.
സംഖ്യ അധ്യായം 5. കർത്താവ് മോശയോട് അരുളി ചെയ്തു, കുഷ്ഠരോഗികളെയും സ്രാവമുള്ളവരെയും മൃതശരീരം തൊട്ട് അശുദ്ധരായവരെയും പാളയത്തിൽ നിന്ന് പുറത്താക്കാൻ ഇസ്രായേൽ ജനത്തോട് കൽപ്പിക്കുക. ഞാൻ വസിക്കുന്ന പാളയം അശുദ്ധമാകാതിരിക്കാൻ നീ അവരെ സ്ത്രീയായാലും പുരുഷനായാലും പുറത്താക്കണം. ഇസ്രായേൽ ജനം അങ്ങനെ ചെയ്തു. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ തങ്ങളുടെ പാളയത്തിൽ നിന്ന് പുറത്താക്കി. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പുരുഷനോ സ്ത്രീയോ മനുഷ്യസഹജമായ ഏതെങ്കിലും തെറ്റ് ചെയ്ത് കർത്താവിനോടുള്ള വിശ്വസ്തത ലംഘിച്ചാൽ തൻ്റെ തെറ്റ് ഏറ്റുപറയണം. മുഴുവൻ മുതലും അതിൻ്റെ 5 കൂടി താൻ ദ്രോഹിച്ച വ്യക്തിക്ക് തിരിച്ചുകൊടുത്ത് അവൻ പൂർണ്ണ നഷ്ടപരിഹാരം ചെയ്യണം. നഷ്ടപരിഹാരം സ്വീകരിക്കുവാൻ ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ അത് കർത്താവിന് സമർപ്പിക്കണം. അത് പുരോഹിതനുള്ളതായിരിക്കും. അവന് വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാനുള്ള മുട്ടാടിന് പുറമെയാണ് ഇത്. ഇസ്രായേൽ ജനം പുരോഹിതന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന സമർപ്പിത വസ്തുക്കളെല്ലാം അവനുള്ളതായിരിക്കും. ജനം കൊണ്ടുവരുന്ന വിശുദ്ധ വസ്തുക്കൾ അവനുള്ളതായിരിക്കും. പുരോഹിതനെ ഏൽപ്പിക്കുന്നതെന്തും അവനുള്ളതാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, ഒരാളുടെ ഭാര്യ വഴിപിഴച്ച് അവിശ്വസ്തയായി പ്രവർത്തിക്കുകയും അന്യപുരുഷൻ അവളോടൊത്ത് ശയിക്കുകയും അത് ഭർത്താവിൻ്റെ ദൃഷ്ടിയിൽ പെടാതിരിക്കുകയും അവൾ അശുദ്ധിയെങ്കിലും പ്രവൃത്തിമധ്യേ പിടിക്കപ്പെടാത്തതിനാൽ എതിർസാക്ഷി ഇല്ലാതിരിക്കുകയും ചെയ്തു എന്ന് വരാം. ഭർത്താവിന് അസൂയ ജനിച്ച് അശുദ്ധിയായ ഭാര്യയെ സംശയിക്കുകയോ അശുദ്ധ അല്ലെങ്കിലും അസൂയ പൂണ്ട് സംശയിക്കുകയോ ചെയ്തെന്ന് വരാം. അപ്പോൾ ഭർത്താവ് ഭാര്യയെ പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കണം. അവൾക്ക് വേണ്ടി കാഴ്ചയായി 10 ഏഫ ബാർലി മാവും കൊണ്ടുവരണം. അതിന്മേൽ എണ്ണ ഒഴിക്കുകയോ കുന്തുരുക്കം ഇടുകയോ അരുത്. കാരണം അത് സംശയ നിവാരണത്തിനുള്ള ധാന്യബലിയാണ്, സത്യം വെളിപ്പെടുത്തുന്നതിനുള്ള ധാന്യബലി. പുരോഹിതൻ അവളെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തണം. ഒരു മൺപാത്രത്തിൽ വിശുദ്ധ ജലമെടുത്ത് കൂടാരത്തിൻ്റെ തറയിൽ നിന്ന് കുറച്ച് പൊടി അതിലിടണം. പുരോഹിതൻ ആ സ്ത്രീയെ കർത്താവിൻ്റെ സന്നിധിയിൽ നിർത്തി അവളുടെ ശിരോവസ്ത്രം മാറ്റിയതിനു ശേഷം പാപത്തെ ഓർമ്മിപ്പിക്കുന്ന വ്യഭിചാര ശങ്കയുടെ ധാന്യബലിക്കുള്ള വസ്തുക്കൾ അവളുടെ കയ്യിൽ വയ്ക്കണം. ശാപം വരുത്തുന്ന കയ്പുനീര് പുരോഹിതൻ കയ്യിൽ വഹിക്കണം. അനന്തരം അവളെക്കൊണ്ട് സത്യം ചെയ്യിക്കാൻ ഇങ്ങനെ പറയണം, ഭർത്താവിന് അധീനയായിരിക്കെ അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിച്ച് നീ അശുദ്ധിയായിട്ടില്ലെങ്കിൽ ശാപം വരുത്തുന്ന ഈ കയ്പുനീര് നിനക്ക് ദോഷം ചെയ്യാതിരിക്കട്ടെ. എന്നാൽ നീ ഭർത്താവിൻ്റെ കീഴിലായിരിക്കെ ദുശ്ചരിതയായി നിന്നെ തന്നെ അശുദ്ധിയാക്കുകയും അന്യപുരുഷൻ നിന്നോടൊത്ത് ശയിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്റെ അര ശോഷിപ്പിച്ച് മഹോദരം വരുത്തി നിന്നെ ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവും ശാപജ്ഞാപകവുമാക്കി തീർക്കട്ടെ എന്ന് പറഞ്ഞ് അവളെക്കൊണ്ട് ശാപസത്യം ചെയ്യിക്കണം. ശാപം വരുത്തുന്ന ഈ ജലം നിന്റെ കുടലുകളിൽ കടന്ന് മഹോദരം വരുത്തുകയും അര ശോഷിപ്പിക്കുകയും ചെയ്യട്ടെ. അപ്പോൾ സ്ത്രീ ആമേൻ ആമേൻ എന്ന് പറയണം. പുരോഹിതൻ ഈ ശാപം ഒരു പുസ്തകത്തിൽ എഴുതി അത് കയ്പ് വെള്ളത്തിലേക്ക് കഴുകിക്കളയണം. ശാപം വമിക്കുന്ന ആ കയ്പ് നീര് അവളെ കുടിപ്പിക്കണം. അത് ഉള്ളിൽ കടന്ന് അവൾക്ക് കടുത്ത വേദന ഉളവാക്കും. പുരോഹിതൻ സ്ത്രീയുടെ കയ്യിൽ നിന്ന് വ്യഭിചാര ശങ്കയുടെ നൈവേദ്യം വാങ്ങി കർത്താവിന് നീരാജനമായി ബലിപീഠത്തിൽ സമർപ്പിക്കണം. അതിനുശേഷം പുരോഹിതൻ ധാന്യബലിയിൽ നിന്ന് സ്മരണാംശമായി ഒരു പിടിയെടുത്ത് ബലിപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കുകയും സ്ത്രീയെക്കൊണ്ട് കയ്പുനീര് കുടിപ്പിക്കുകയും വേണം. അവൾ അശുദ്ധിയായി ഭർത്താവിനോട് അവിശ്വസ്തത കാണിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ ആ ശാപജലം അവളിൽ കടന്ന് കടുത്ത വേദന ഉളവാക്കുകയും മഹോദരം വന്ന് അര ശോഷിച്ച്
ജനങ്ങളുടെ ഇടയിൽ മലിനവസ്തുവായി തീരുകയും ചെയ്യും. എന്നാൽ അശുദ്ധയാകാതെ നിർമ്മലയാണ് എങ്കിൽ അവൾക്ക് ശാപമേൽക്കുകയില്ല, വന്ധ്യത്വം ഉണ്ടാവുകയുമില്ല. പാതിവൃത്യ ശങ്കയുണ്ടാകുമ്പോൾ അനുഷ്ഠിക്കേണ്ട വിധിയാണിത്. ഭർത്താവിന് അധീനയായിരിക്കെ ഭാര്യ വഴിപിഴച്ച് സ്വയം അശുദ്ധയാകുകയോ ഭർത്താവ് ശങ്കാധീനനായി ഭാര്യയുടെ വിശ്വസ്തതയിൽ സംശയിക്കുകയോ ചെയ്താൽ അവൻ ഭാര്യയെ കർത്താവിൻ്റെ മുമ്പിൽ ഹാജരാക്കുകയും പുരോഹിതൻ ഈ വിധികൾ അനുഷ്ഠിക്കുകയും വേണം. പുരുഷൻ അകൃത്യത്തിൽ നിന്ന് വിമുക്തനായിരിക്കും. സ്ത്രീ തൻ്റെ അകൃത്യത്തിൻ്റെ ഫലം അനുഭവിക്കുകയും ചെയ്യും. The Book of Numbers, Chapter 1. In the year following that of the Israelites' departure from the land of Egypt, on the first day of the second month, the Lord said to Moses in the meeting tent in the desert of Sinai, "Take a census of the whole community of the Israelites, by clans and ancestral houses, registering each male individually. You and Aaron shall enroll in companies all the men in Israel of 20 years or more who are fit for military service. To assist you there shall be a man from each tribe, the head of his ancestral house. These are the names of those who are to assist you. From Reuben, Elizur, son of Shedeur. From Simeon, Shelumiel, son of Zerushadai. From Judah, Nashon, son of Aminadab. From Issachar, Nathanael, son of Zuar. From Zebulun, Eliab, son of Helon. From Ephraim, Elishama, son of Ammihud. And from Manasseh, Gamaliel, son of Pedazur, for the descendants of Joseph. From Benjamin, Abidan, son of Gideoni. From Dan, Ahiezer, son of Ammishaddai. From Asher, Pagiel, son of Okran. From Gad, Eliasaph, son of Reuel. From Naphtali, Ahira, son of Enan. These were counselors of the community, princes of their ancestral tribes, chiefs of the troops of Israel. So Moses and Aaron took these men who had been designated and assembled the whole community on the first day of the second month. Every man of 20 years or more then declared his name and lineage according to clan and ancestral house, as the Lord had commanded Moses. This is their census, as taken in the desert of Sinai. Of the descendants of Reuben, the firstborn of Israel, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 46,500 were enrolled in the tribe of Reuben. Of the descendants of Simeon, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 59,300 were enrolled in the tribe of Simeon. Of the descendants of Gad, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 45,650 were enrolled in the tribe of Gad. Of the descendants of Judah, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 74,600 were enrolled in the tribe of Judah. Of the descendants of Issachar, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 54,400 were enrolled in the tribe of Issachar. Of the descendants of Zebulun, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 57,400 were enrolled in the tribe of Zebulun. Of the descendants of Joseph, of the descendants of Ephraim, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 40,500 were enrolled in the tribe of Ephraim. Of the descendants of Manasseh, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 32,200 were enrolled in the tribe of Manasseh. Of the descendants of Benjamin, registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 35,400 were enrolled in the tribe of Benjamin. Of the descendants of Dan, registered by lineage in clans and ancestral houses,
When all the males of 20 years or more who were fit for military service were polled, 62,700 were enrolled in the tribe of Dan. Of the descendants of Asher registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 41,500 were enrolled in the tribe of Asher. Of the descendants of Naphtali registered by lineage in clans and ancestral houses, when all the males of 20 years or more who were fit for military service were polled, 53,400 were enrolled in the tribe of Naphtali. It was these who were registered, each according to his ancestral house, in the census taken by Moses and Aaron and the 12 princes of Israel. The total number of the Israelites of 20 years or more who were fit for military service, registered by ancestral houses, was 603,550. The Levites, however, were not registered by ancestral tribe with the others, for the Lord had told Moses, "The tribe of Levi alone you shall not enroll nor include in the census along with the other Israelites. You are to give the Levites charge of the dwelling of the commandments with all its equipment and all that belongs to it. It is they who shall carry the dwelling with all its equipment, and who shall be its ministers. They shall therefore camp around the dwelling. When the dwelling is to move on, the Levites shall take it down. When the dwelling is to be pitched, it is the Levites who shall set it up. Any layman who comes near it shall be put to death. While the other Israelites shall camp by companies, each in his own division of the camp, the Levites shall camp around the dwelling of the commandments. Otherwise God's wrath will strike the Israelite community. The Levites then shall have charge of the dwelling of the commandments." All this the Israelites fulfilled as the Lord had commanded Moses. Chapter 2. The Lord said to Moses and Aaron, "The Israelites shall camp, each in his own division, under the ensigns of their ancestral houses. They shall camp around the meeting tent, but at some distance from it. Encamped on the east side toward the sunrise shall be the divisional camp of Judah, arranged in companies. The prince of the Judahites was Nahshon, son of Amminadab, and his soldiers amounted in the census to 74,600. With Judah shall camp the tribe of Issachar. Their prince was Nathanael, son of Zuar, and his soldiers amounted in the census to 54,400. And the tribe of Zebulun. Their prince was Eliab, son of Helon, and his soldiers amounted in the census to 57,400. The total number of those registered by companies in the camp of Judah was 186,400. These shall be first on the march. On the south side shall be the divisional camp of Reuben, arranged in companies. Their prince was Elizur, son of Shedeur, and his soldiers amounted in the census to 46,500. Beside them shall camp the tribe of Simeon. Their prince was Shelumiel, son of Zerushadai, and his soldiers amounted in the census to 59,300. And next the tribe of Gad. Their prince was Eliasaph, son of Reuel, and his soldiers amounted in the census to 45,650. The total number of those registered by companies in the camp of Reuben was 151,450. These shall be second on the march. Then the meeting tent and the camp of the Levites shall set out in the middle of the line. As in camp, so also on the march, every man shall be in his proper place with his own division. On the west side shall be the divisional camp of Ephraim, arranged in companies. Their prince was Elishama, son of Ammihud, and his soldiers amounted in the census to 40,500. Beside them shall camp the tribe of Manasseh. Their prince was Gamaliel, son of Pedahzur, and his soldiers amounted in the census to 32,200. And the tribe of Benjamin. Their prince was Abidan, son of Gideoni, and his soldiers amounted in the census to 35,400. The total number of those registered by companies in the camp of Ephraim was 108,100. These shall be third on the march. On the north side shall be the divisional camp of Dan, arranged in companies. Their prince was Ahiezer, son of Ammishaddai, and his soldiers amounted in the census to 62,700. Beside them shall camp the tribe of Asher. Their prince was Pagiel, son of Okran, and his soldiers amounted in the census to 41,500. And next the tribe of Naphtali.
Their prince was Ahira, son of Enan, and his soldiers amounted in the census to 53,400. The total number of those registered by companies in the camp of Dan was 157,600. These shall be the last of the divisions on the march. This was the census of the Israelites taken by ancestral houses. The total number of those registered by companies in the camps was 603,550. The Levites, however, were not registered with the other Israelites, for so the Lord had commanded Moses. The Israelites did just as the Lord had commanded Moses. Both in camp and on the march they were in their own divisions, every man according to his clan and his ancestral house. Chapter 3. The following were the descendants of Aaron and Moses at the time that the Lord spoke to Moses on Mount Sinai. The sons of Aaron were Nadab, his firstborn, Abihu, Eleazar, and Ithamar. These are the names of the sons of Aaron, the anointed priests who were ordained to exercise the priesthood. But when Nadab and Abihu offered profane fire before the Lord in the desert of Sinai, they met death in the presence of the Lord, and left no sons. Thereafter only Eleazar and Ithamar performed the priestly functions under the direction of their father Aaron. Now the Lord said to Moses, "Summon the tribe of Levi and present them to Aaron the priest as his assistants. They shall discharge his obligations and those of the whole community before the meeting tent by serving at the dwelling. They shall have custody of all the furnishings of the meeting tent and discharge the duties of the Israelites in the service of the dwelling. You shall give the Levites to Aaron and his sons. They have been set aside from among the Israelites as dedicated to me. But only Aaron and his descendants shall you appoint to have charge of the priestly functions. Any layman who comes near shall be put to death." The Lord said to Moses, "It is I who have chosen the Levites from the Israelites in place of every firstborn that opens the womb among the Israelites. The Levites therefore are mine, because every firstborn is mine. When I slew all the firstborn in the land of Egypt, I made all the firstborn in Israel sacred to me, both of man and of beast. They belong to me. I am the Lord." The Lord said to Moses in the desert of Sinai, "Take a census of the Levites by ancestral houses and clans, registering every male of a month or more." Moses therefore took their census in accordance with the command the Lord had given him. The sons of Levi were named Gershon, Kohath, and Merari. The descendants of Gershon by clans were named Libni and Shimei. The descendants of Kohath by clans were Amram, Ishar, Hebron, and Uzziel. The descendants of Merari by clans were Malai and Mushai. These were the clans of the Levites by ancestral houses. To Gershon belonged the clan of the Libnites and the clan of the Shimeites. These were the clans of the Gershonites. When all their males of a month or more were registered, they numbered 7,500. The clans of the Gershonites camped behind the dwelling to the west. The prince of their ancestral house was Eliasaph, son of Lael. At the meeting tent they had charge of whatever pertained to the dwelling, the tent and its covering, the curtain at the entrance of the meeting tent, the hangings of the court, the curtain at the entrance of the court enclosing both the dwelling and the altar, and the ropes. To Kohath belonged the clans of the Amramites, the Isharites, the Hebronites, and the Uzzielites. These were the clans of the Kohathites. When all their males of a month or more were registered, they numbered 8,300. They had charge of the sanctuary. The clans of the Kohathites camped at the south side of the dwelling. The prince of their ancestral house was Elisaphan, son of Uzziel. They had charge of whatever pertained to the ark, the table, the lampstand, the altars, the utensils with which the ministry of the sanctuary was exercised, and the veil. The chief prince of the Levites, however, was Eleazar, son of Aaron the priest. He was supervisor over those who had charge of the sanctuary. To Merari belonged the clans of the Malites and the Mushites. These were the clans of Merari. When all their males of a month or more were registered, they numbered 6,200. The prince of the ancestral house of the clans of Merari was Zuriel, son of Abihail. They camped at the north side of the dwelling.
The Merarites were charged with the care of whatever pertained to the boards of the dwelling, its bars, columns, pedestals, and all its fittings, as well as the columns of the surrounding court with their pedestals, pegs, and ropes. East of the dwelling, that is, in front of the meeting tent, toward the sunrise, were camped Moses and Aaron and the latter's sons. They discharged the obligations of the sanctuary for the Israelites. Any layman who came near was to be put to death. The total number of male Levites a month old or more whom Moses had registered by clans in keeping with the Lord's command was 22,000. The Lord then said to Moses, "Take a census of all the firstborn males of the Israelites a month old or more, and compute their total number. Then assign the Levites to me, the Lord, in place of all the firstborn of the Israelites, as well as their cattle, in place of all the firstborn among the cattle of the Israelites." So Moses took a census of all the firstborn of the Israelites, as the Lord had commanded him. When all the firstborn males of a month or more were registered, they numbered 22,273. The Lord said to Moses, "Take the Levites in place of all the firstborn of the Israelites, and the Levites' cattle in place of their cattle, that the Levites may belong to me. I am the Lord. As ransom for the 273 firstborn of the Israelites who outnumber the Levites, you shall take 5 shekels for each individual, according to the standard of the sanctuary shekel, 20 gerahs to the shekel. Give this silver to Aaron and his sons as ransom for the extra number." So Moses took the silver as ransom from those who were left when the rest had been redeemed by the Levites. From the firstborn of the Israelites he received in silver 1,365 shekels according to the sanctuary standard. He then gave this ransom silver to Aaron and his sons, as the Lord had commanded him. Chapter 4. The Lord said to Moses and Aaron, "Among the Levites take a total of the Kohathites by clans and ancestral houses, all the men of the Kohathites between 30 and 50 years of age. These are to undertake obligatory tasks in the meeting tent. The service of the Kohathites in the meeting tent concerns the most sacred Nazarite. In breaking camp, Aaron and his son shall go in and take down the screening curtain to cover the ark of the commandments with it. Over these they shall put a cover of tehash skin, and on top of this spread an all-violet cloth. They shall then put the poles in place. On the table of the presence they shall spread a violet cloth and put on it the plates and cups, as well as the bowls and pitchers for libations. The established bread offering shall remain on the table. Over these they shall spread a scarlet cloth and cover all this with tehash skin. They shall then put the poles in place. They shall use a violet cloth to cover the lampstand with its lamps, trimming, shears, and trays, as well as the various containers of oil from which it is supplied. The lampstand with all its utensils they shall then enclose in a covering of tehash skin and place on a litter. Over the golden altar they shall spread a violet cloth and cover this also with a covering of tehash skin. They shall then put the poles in place. Taking the utensils of the sanctuary service, they shall wrap them all in violet cloth and cover them with tehash skin. They shall then place them on a litter. After cleansing the altar of its ashes, they shall spread a purple cloth over it. On this they shall put all the utensils with which it is served, the fire pans, forks, shovels, basins, and all the utensils of the altar. They shall then spread a covering of tehash skin over this, and put the poles in place. Only after Aaron and his sons have finished covering the sacred objects and all their utensils on breaking camp, shall the Kohathites enter to carry them. But they shall not touch the sacred objects. If they do, they will die. These then are the objects in the meeting tent that the Kohathites shall carry. Eleazar, son of Aaron the priest, shall be in charge of the oil for the light, the fragrant incense, the established cereal offering, and the anointing oil. He shall be in charge of the whole dwelling with all the sacred objects and utensils that are in it. The Lord said to Moses and Aaron, "Do not let the group of Kohathite clans perish from the body of the Levites, that they may live and not die when they approach the most sacred objects. This is what you shall do for them. Aaron and his sons shall go in and assign to each of them his task and what he must carry.
But the Kohathites shall not go in to look upon the sacred objects, even for an instant. If they do, they will die. The Lord said to Moses, Take a total among the Gershonites also by ancestral houses and clans, of all the men between 30 and 50 years of age. These are to undertake obligatory tasks in the meeting tent. This is the task of the clans of the Gershonites, what they must do and what they must carry. They shall carry the sheets of the dwelling, the meeting tent with its covering, and the outer wrapping of tehash skin, the curtain at the entrance of the meeting tent, the hangings of the court, the curtain at the entrance of the court that encloses both the dwelling and the altar, together with their ropes and all other objects necessary in their use. Whatever is to be done with these things shall be their task. The service of the Gershonites shall be entirely under the direction of Aaron and his sons, with regard to what they must do and what they must carry. You shall make each man of them responsible for what he is to carry. This, then, is the task of the Gershonites in the meeting tent, and they shall be under the supervision of Ithamar, son of Aaron the priest. Among the Merarites, too, you shall enroll by clans and ancestral houses all their men between 30 and 50 years of age. These are to undertake obligatory tasks in the meeting tent. This is what they shall be responsible for carrying all the years of their service in the meeting tent: the boards of the dwelling with its bars, columns, and pedestals, and the columns of the surrounding court with their pedestals, pegs, and ropes. You shall designate for each man of them all the objects connected with his service, which he shall be responsible for carrying. This, then, is the task of the clans of the Merarites during all their service in the meeting tent, under the supervision of Ithamar, son of Aaron the priest. So Moses and Aaron and the princes of the community made a registration among the Kohathites by clans and ancestral houses of all the men between 30 and 50 years of age. These were to undertake obligatory tasks in the meeting tent. As registered by clans, they numbered 2,750. Such was the census of all the men of the Kohathite clans who were to serve in the meeting tent, which Moses took together with Aaron, as the Lord bade him. The registration was then made among the Gershonites by clans and ancestral houses of all the men between 30 and 50 years of age. These were to undertake obligatory tasks in the meeting tent, as registered by clans and ancestral houses. They numbered 2,630. Such was the census of all the men of the Gershonite clans who were to serve in the meeting tent, which Moses took together with Aaron at the Lord's bidding. Then the registration was made among the Merarites by clans and ancestral houses of all the men from 30 up to 50 years of age. These were to undertake obligatory tasks in the meeting tent. As registered by clans, they numbered 3,200. Such was the census of the men of the Merarite clans, which Moses took together with Aaron, as the Lord bade him. Therefore, when Moses and Aaron and the Israelite princes had completed the registration among the Levites by clans and ancestral houses, of all the men between 30 and 50 years of age who were to undertake tasks of service or transport of the meeting tent, the total number registered was 8,580. According to the Lord's bidding to Moses, they gave them their individual assignments for service and for transport, so the Lord had commanded Moses. Chapter 5. The Lord said to Moses, Order the Israelites to expel from camp every leper and everyone suffering from a discharge, and everyone who has become unclean by contact with the corpse. Male and female alike you shall compel them to go out of the camp. They are not to defile the camp in which I dwell. The Israelites obeyed the command that the Lord had given Moses. They expelled them from the camp. The Lord said to Moses, Tell the Israelites, if a man or woman commits a fault against his fellow man and wrongs him, thus breaking faith with the Lord, he shall confess the wrong he has done, restore his ill-gotten goods in full, and in addition give 1/5 of their value to the one he has wronged. However, if the latter has no next of kin to whom restoration of the ill-gotten goods can be made, the goods to be restored shall be the Lord's, and shall fall to the priest. This is apart from the atonement ram with which the priest makes amends for the guilty man. Likewise, every sacred contribution that the Israelites are bound to make shall fall to the priest.
Each Israelite man may dispose of his own sacred contributions. They become the property of the priest to whom he gives them. The Lord said to Moses, "Speak to the Israelites and tell them, if a man's wife goes astray and becomes unfaithful to him by having intercourse with another man, though her husband has not sufficient evidence of the fact, so that her impurity remains unproved for lack of a witness who might have caught her in the act, or if a man is overcome by a feeling of jealousy that makes him suspect his wife, whether she was actually impure or not, he shall bring his wife to the priest, and shall take along as an offering for her 1/10 of an ephah of barley meal. However, he shall not pour oil on it, nor put frankincense over it, since it is a cereal offering of jealousy, a cereal offering for an appeal in a question of guilt. The priest shall first have the woman come forward and stand before the Lord. In an earthen vessel he shall meanwhile put some holy water, as well as some dust that he has taken from the floor of the dwelling. Then, as the woman stands before the Lord, the priest shall uncover her head, and place in her hands the cereal offering of her appeal, that is, the cereal offering of jealousy, while he himself shall hold the bitter water that brings a curse. Then he shall adjure the woman, saying to her, "If no other man has had intercourse with you, and you have not gone astray by impurity while under the authority of your husband, be immune to the curse brought by this bitter water. But if you have gone astray while under the authority of your husband, and have acted impurely by letting a man other than your husband have intercourse with you, so shall the priest adjure the woman with this oath of imprecation, May the Lord make you an example of malediction and imprecation among your people, by causing your thighs to waste away and your belly to swell. May this water, then, that brings a curse, enter your body to make your belly swell and your thighs waste away. And the woman shall say, Amen, Amen. The priest shall put these imprecations in writing, and shall then wash them off into the bitter water, which he is to have the woman drink, so that it may go into her with all its bitter curse. But first he shall take the cereal offering of jealousy from the woman's hand, and having waved this offering before the Lord, shall put it near the altar, where he shall take a handful of the cereal offering as its token offering, and burn it on the altar. Only then shall he have the woman drink the water. Once she has done so, if she has been impure and unfaithful to her husband, this bitter water that brings a curse will go into her, and her belly will swell, and her thighs will waste away, so that she will become an example of imprecation among her people. If, however, the woman has not defiled herself, but is still pure, she will be immune and will still be able to bear children. This, then, is the law for jealousy. When a woman goes astray while under the authority of her husband and acts impurely, or when such a feeling of jealousy comes over a man that he becomes suspicious of his wife, he shall have her stand before the Lord, and the priest shall apply this law in full to her. The man shall be free from guilt, but the woman shall bear such guilt as she may have.